പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി നോക്കാം. അതിനായിട്ട് 5 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്തി എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് കൂടി 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുത്തത് നമുക്ക് വീണ്ടും ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പിന്നെ 2 കപ്പ് പാല് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മളുടെ കയ്യിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ഓർലിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓർലിക്സ് ആണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മെൽറ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ള കോഫി ജെല്ലി ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പുഡിംഗ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് പകുതി പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് കോഫി ജെല്ലി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പാല് കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി ജെല്ലി ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചും തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.